മാമോനെ കൊണ്ട് ഭരിക്കപ്പെടുന്ന ആത്മീയരുടെ കൂട്ടം. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് സൃഷ്ടാവായ തനിക്ക് സൃഷ്ടിയിൽ നിന്ന് ആഹാരം പോലും കഴിക്കാനില്ലാത്ത സാഹചര്യത്തിൽ വരുമ്പോൾ ഹത്യയെ ശപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് നാം കാണുന്ന ഈ ആത്മീയരുടെ കൂട്ടം മാമോൻ എന്ന് പറഞ്ഞ പണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ആത്മീയരുടെ കൂട്ടമായിട്ട് അധപ്പതിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസ സമൂഹമേ, നാം തിരിച്ചറിയുക, കർത്താവിൻ്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിച്ചതുപോലെ കർത്താവിൻ്റെ വരവിൽ ആത്മീയരായി ആത്മഭാരമുള്ളവരായി എത്ര പേര് കാണുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും വളരെ സഹിഷ്ണുതയോടും കൂടെ നാം നമ്മുടെ ഓട്ടം ഓടിത്തികയ്ക്കുക. ഇതൊന്നും കൊണ്ട് നാം ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. കർത്താവിൻ്റെ നാളെ ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന മണവാട്ടി സഭയായി ഒരുങ്ങുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടെ തുടർന്നുള്ള ആത്മീയ ജീവിതം കഴിക്കുക. അതിനായി സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.